മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറാൻ ലോഞ്ചസ് മിസൈൽസ് അറ്റ് US ബേസസ് ഇൻ ഖത്തർ, ഇറാഖ്. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്നും US ബേസ് ഖത്തറിലുള്ള US ബേസിലേക്ക് മിസൈൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വെസ്റ്റ് ഏഷ്യനെ വീണ്ടും ഡീസ്റ്റബിലൈസ്ഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുപോകും. അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ആണത്. ദെൻ ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം, ദ ഇലൂഷൻ ഓഫ് സർജിക്കൽ സ്ട്രൈക്ക്. അതായത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എത്രത്തോളം സ്ട്രോങ് ആണ്, അങ്ങനെയാകുമ്പോൾ ഒരു ലോങ് ടേം സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടോക്കുകൾ മാത്രമേ വെസ്റ്റ് ഏഷ്യനെ മൊത്തത്തില് ഒരു സ്റ്റെബിലൈസിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുള്ളൂ. അതിന്റെ കാരണങ്ങളും മറ്റുമൊക്കെയാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, ദ സോറി സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഏഷ്യൻ എക്കോണമിക് ഇന്റഗ്രേഷൻ. അതായത് സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലെസ് എക്കോണമിക് ഇന്റഗ്രേറ്റഡ് റീജിയൻ ആയിട്ട് മാറിയത് എന്തുകൊണ്ട്, അതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള അനാലിസിസ് ആണ് നമുക്ക് ആ ഒരു എഡിറ്റോറിയൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ഇൻഫ്ലേഷൻ ഫോൾസ് ബട്ട് നോട്ട് അൺഎംപ്ലോയ്മെന്റ്. ഇന്ത്യൻ എക്കോണമിയുടെ കേസ് നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്തതിനേക്കാളും ലോ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അതേസമയം അൺഎംപ്ലോയ്മെന്റ് ലെവൽ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ എക്കോണമിയുടെ ഒരു റിയൽ എക്കോണമിക് സ്ട്രെസ്സിനെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ ആണത്. ഫിഫ്ത് വൺ, പാകിസ്ഥാൻസ് റോൾ ഇൻ ദ US വെസ്റ്റ് ഏഷ്യ കാൽക്കുലസ്. അതായത് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റില് പാകിസ്ഥാന്റെ നിലപാട് എന്താണ്, പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് US-നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ ബാക്ക്ഡോർ ഡിപ്ലോമസി അവർക്ക് തന്നെ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഈസ്റ്റ് ഷോസ് ഫിസിക്സ് ക്യാൻ ഗീവ് റൈസ് ടു മൾട്ടി സെല്ലുലർ ലൈഫ് ആക്ഷൻസ് മ്യൂട്ടേഷൻസ്. അതായത് ഈസ്റ്റിലെ ലാബിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഗ്രോത്ത് ഈസ്റ്റിന് സംഭവിച്ചിട്ടുണ്ട്. അതപ്പോ ജനറ്റിക് വ്യൂ ഓഫ് എവല്യൂഷനെ വളരെയധികം ചലഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റഡിയും കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. ഈ ഓരോ ന്യൂസും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ, ഇറാൻ ലോഞ്ചസ് മിസൈൽസ് അറ്റ് US ബേസസ് ഇൻ ഖത്തർ, ഇറാഖ്. അതായത് US ബേസസ് ഖത്തറിലുള്ള US ബേസിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈൽ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഖത്തർ ആ മിസൈൽസിനെ എല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുകൊണ്ട് കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഖത്തറിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു ഇറാനിയൻ അറ്റാക്ക് അവരുടെ സോവറിനിറ്റിയെയും അതിനകത്ത് ഇന്റർനാഷണൽ ലോയിനെയും വയലേറ്റ് ചെയ്യുന്നതായിട്ട് ഖത്തറിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. സോ വീണ്ടും അവിടെ റീജിയണൽ ടെൻഷൻസ് വളരെയധികം എസ്കലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാൻ, US, ഇസ്രായേൽ ഈ ഒരു 3 രാജ്യങ്ങൾക്കും ഇടയിലുമുള്ള ടെൻഷൻസും ആ ഒരു റീജിയണൽ ഇൻസ്റ്റബിലിറ്റിയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, അലുഡേറ്റ് എയർബേസ്. അതായത് മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള US-ന്റെ ലാർജസ്റ്റ് ബേസ് ആണ്. ഖത്തറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. US-ന്റെ മിക്ക ഓപ്പറേഷന്റെ കീ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ അലുഡേറ്റ് എയർബേസ് ആണ്. ഇറാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. US റീസെന്റ് അവിടെ നിന്ന് എയർക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇസ്രായേൽ ഇറാൻ ടെൻഷൻസ് അത്രത്തോളം എസ്കലേറ്റ് ചെയ്തത് കൊണ്ട് മാത്രമായിരുന്നു. ദെൻ എയ്ൻ അൽ അസാദ് ബേസ്, അതായത് ഇറാഖിലുള്ള US-ന്റെ ലാർജസ്റ്റ് ബേസ് ആണ്. അതേനൊക്കെ തന്നെ ന്യൂ ബിൽഡിങ്സും മിസൈൽ ഡിഫൻസും ഒക്കെ ആയിട്ട് ഈ റീസെന്റ് അത് വളരെയധികം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ US-നെ സംബന്ധിച്ച് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു എയർ ബേസ് ആണ് ഈ പറഞ്ഞ എയ്ൻ അൽ അസാദ് ബേസ്. ദെൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇറാന്റെ മിലിറ്ററി ഫോഴ്സ് ആണത്. 1979 റവല്യൂഷന് ശേഷമാണ് ഈ പറഞ്ഞ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഫോം ചെയ്യുന്നത്. മിസൈൽസ്, ഇന്റലിജൻസ്, എക്കോണമിക് സെക്ടേഴ്സ് തുടങ്ങിയവയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എയിം. ഇറാന്റെ ഫോറിൻ പോളിസിനെയായാലും റീജിയണൽ കോൺഫ്ലിക്റ്റിനെയായാലും ഒക്കെ വളരെയധികം സ്വാധീനിക്കാൻ ഈ പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് കഴിഞ്ഞിട്ടുണ്ട്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇറാൻ, അതായത് ഇറാന്റെ സെക്യൂരിറ്റി പോളിസിയുടെ ടോപ്പ് ബോഡിയാണ് ഈ പറയുന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇറാൻ. പ്രസിഡന്റ് ആണ് ഇതിന്റെ ഹെഡ് ചെയ്യുന്നത്. മിനിസ്റ്റേഴ്സ്, അതേനൊക്കെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, സുപ്രീം ലീഡർ റെപ്രസെന്റേറ്റീവ്സ് തുടങ്ങിയവരൊക്കെ ഇതിലെ മെമ്പേഴ്സ് ആണ്. ഡിഫൻസ് പോളിസി സെറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇറാന്റെ മേജർ ഒബ്ജക്റ്റീവ്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2-ലും GS3-ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവന്റ് ആണ്. കാരണം ഇമ്പാക്ട് ഓഫ് വെസ്റ്റ് ഏഷ്യൻ ടെൻഷൻസ് ഓൺ ഇന്ത്യസ് ഡിപ്ലോമസി ആൻഡ് എനർജി സെക്യൂരിറ്റി, India's role in the regional stability, diaspora protection amid Middle East conflict, implication of global military escalation on national and global security. ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം, ദ ഇലൂഷൻ ഓഫ് സർജിക്കൽ സ്ട്രൈക്ക്.
അതായത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എത്രത്തോളം സ്ട്രോങ് ആണ്. അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന കുറച്ച് എയർ സ്ട്രൈക്കുകൾ കൊണ്ട് മാത്രം അവരെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ എത്രത്തോളം ലോങ് ടൈം ഡിപ്ലോമസി പ്രാക്ടിക്കൽ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. മിലിറ്ററി സ്ട്രൈക്സ് കാൺ ഡിസ്മാൻഡിൽ ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം. കാരണം വളരെയധികം ബറീഡ് ആയിട്ടുള്ള ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉള്ളതാണ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് എയർ സ്ട്രൈക്സും കാരണങ്ങളും കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ മൊത്തത്തിൽ തകർക്കാൻ സാധിക്കില്ല. സോ ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നാലും യു എസിന്റെ ഭാഗത്തുനിന്നാലും ഒക്കെ ഉള്ള അറ്റാക്ക് വളരെയധികം റീജിയണൽ എസ്കലേഷൻ കൂട്ടിയിട്ടുണ്ട്. ഒരു ഫുൾ സ്കെയിൽ റീജിയണൽ എസ്കലേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ഇത് മിഡിൽ ഈസ്റ്റിന്റെ തന്നെ സ്റ്റെബിലിറ്റിയും അതേപോലെ ഗ്ലോബൽ ഓയിൽ സെക്യൂരിറ്റിനെയും ഒക്കെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്ന സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നുണ്ട്. സോ ഡിപ്ലോമസി മാത്രമാണ് ഇവിടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ പറഞ്ഞ മിലിറ്ററി ഓപ്ഷൻസ് ഒക്കെ തന്നെ ഒരു ടെമ്പററി രീതിയിൽ സെറ്റ് ബാക്സ് ഉണ്ടാക്കുമെങ്കിൽ പോലും ലോങ് ടേം നമ്മൾ നോക്കുമ്പോൾ ഡിപ്ലോമസി മാത്രമാണ് ഇവിടെ ഒരു ഓൺലി വൺ സൊല്യൂഷൻ ആയിട്ട് നിലനിൽക്കുന്നത്. ദെൻ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നറ്റാൻസ്. നറ്റാൻസ് എന്ന് പറയുന്നത് ഇറാന്റെ യുറേനിയം എൻറിച്ച്മെന്റ് സൈറ്റ് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് യുറേനിയം എൻറിച്ച്മെന്റ് സൈറ്റ് ആണ് ഈ പറഞ്ഞ നറ്റാൻസ്. അണ്ടർഗ്രൗണ്ട് ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ തവണ ഉണ്ടായിട്ടുള്ള ഇസ്രായേൽ അറ്റാക്സും കാരണങ്ങളും ഒക്കെ കൊണ്ട് തന്നെ പാർഷ്യലി അതിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഖോം, അതായത് വളരെയധികം റിലീജിയസ് ആയിട്ടുള്ള പിൽഗ്രിമേജ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ പറഞ്ഞ ഖോം. ടെഹ്റാനിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ മാത്രമാണ്. ഒരു ഹിസ്റ്റോറിക് ഇസ്ലാമിക് സെന്റർ കൂടിയാണിത്. സോ വളരെയധികം റിലീജിയസ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ പറയുന്ന ഖോം. ദെൻ അയൺ ഡോം, അതായത് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഈ പറഞ്ഞ അയൺ ഡോം. ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളും ആർട്ടിലറിനെയും ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ അയൺ ഡോമിന് സാധിക്കുന്നുണ്ട്. വളരെയധികം സക്സസ് റേറ്റ് ഉള്ള, എന്നാൽ എല്ലാ സിറ്റീസിനെയും വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നുമാണ് ഈ പറഞ്ഞ അയൺ ഡോം. ദെൻ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, അതായത് 2015 ഇറാന്റെ ന്യൂക്ലിയർ ഡീലായിരുന്നു ഈ പറഞ്ഞ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഇറാന്റെ ന്യൂക്ലിയർ ആക്ടിവിറ്റീസും സാങ്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2018 യു എസ് ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നു. ദെൻ IAEA മാൻഡേറ്റ്സ്. IAEA എന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ള ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ഈ പറഞ്ഞ IAEA ആണ്. അതേ കണക്ക് തന്നെ 2025 അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇറാനെതിരെ ഇൻസ്പെക്ഷനും സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു ന്യൂസ് വളരെയധികം, ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ജിയോപൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് വെസ്റ്റ് ഏഷ്യ ടെൻഷൻസ് ആൻഡ് ഗ്ലോബൽ പീസ് ആൻഡ് ഇന്ത്യസ് ഡിപ്ലോമസി, ഇമ്പാക്ട് ഓഫ് US withdrawal from joint comprehensive plan of action on nuclear non-proliferation, risk of regional war in West Asia on global energy security and India's strategic interest തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് എഡിറ്റോറിയൽ, ദ സോറി സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഏഷ്യൻ എക്കോണമിക് ഇന്റഗ്രേഷൻ. എന്തുകൊണ്ടാണ് സൗത്ത് ഏഷ്യ വൺ ഓഫ് ദി ലീസ്റ്റ് എക്കോണമിക് ഇന്റഗ്രേറ്റഡ് റീജിയൻ ആയിട്ട് മാറിയത്? അതിന്റെ കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. അതിന്റെ മെയിൻ ഇഷ്യൂസ് ആയിട്ട് പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂസ്, പൊളിറ്റിക്കൽ മിസ്ട്രസ്റ്റ്, പുവർ ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ റീജിയണൽ കോർപ്പറേഷനെ വളരെയധികം അത് മോശമായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ എക്കോണമിക് ആൻഡ് നാഷണൽ സെക്യൂരിറ്റിനെയും വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ സാർക്കിന് ഇവിടെ എത്രത്തോളം റോൾ ഉണ്ട്, അതായത് സാർക്ക് എത്രത്തോളം ട്രേഡ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യണം, സാർക്കിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ കൂടുതലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റണം തുടങ്ങിയ കാരണങ്ങളൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. അതായത് ഒരു സൗത്ത് ഏഷ്യയുടെ മൊത്തത്തിലുള്ള എക്കോണമിക് പ്രോസ്പെരിറ്റിനെ നമ്മൾ എങ്ങനെ അൺലോക്ക് ചെയ്യും, അതിനൊക്കെ ലോങ് ടേം സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ സൗത്ത് ഏഷ്യയിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ കാണുന്നത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സാർക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രീവിയസ് ഇയേഴ്സിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ സാർക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 8 സൗത്ത് ഏഷ്യൻ കൺട്രീസിന്റെ ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന സാർക്ക്. അതായത് അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, മാലിദ്വീപ്സ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ് സാർക്കിലുള്ളത്. 1985 ഇത് ഫോം ചെയ്യുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് കാഠ്മണ്ഡുവിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് കാരണം വളരെയധികം ഒരു പ്രോഗ്രസ് ഒന്നും തന്നെ സാർക്കിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നില്ല. സോ അത് അവരുടെ ആക്ടിവിറ്റീസിനെ ഒന്നാകെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. ദെൻ സാഫ്ത, അതായത് സാർക്കിന്റെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ഈ പറഞ്ഞ സാഫ്ത. 2006 മുതലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സൗത്ത് ഏഷ്യൻ നേഷൻസിന്റെ ഇടയിലുള്ള ടാരിഫുകൾ കുറയ്ക്കുക,
റീജിയണൽ ട്രേഡ് വളരെയധികം കൂട്ടുക, അങ്ങനെയാകുമ്പോൾ റീജിയണൽ കോപ്പറേഷനെ വളരെയധികം അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഇൻട്രോ സാർക്ക് ട്രേഡ് എന്ന് പറയുന്നത് നിലവിൽ വെറും 5% മാത്രമാണ്. ദെൻ സൗത്ത് ഏഷ്യ ഗ്രാവിറ്റി മോഡൽ, അതായത് ട്രേഡ് എന്ന് പറയുന്നത് എക്കോണമിയുടെ സൈസിനെയും അതിനൊക്കെ തന്നെ ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു മോഡലാണ് ഈ പറയുന്ന സൗത്ത് ഏഷ്യ ഗ്രാവിറ്റി മോഡൽ. ഇന്ത്യയാണ് ട്രേഡിന്റെ മെയിൻ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നത്. സോ ബെറ്റർ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സൗത്ത് ഏഷ്യ ഗ്രാവിറ്റി മോഡലിൽ നമ്മൾ ലക്ഷ്യമിടുന്നത്. ദെൻ എക്കോണമിക് ജോഗ്രഫി, സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് ലോ ട്രേഡ് ടു GDP റേഷ്യോ ആണ് കാണിക്കുന്നത്. അതിനൊക്കെ തന്നെ സൗത്ത് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളും വളരെയധികം ട്രേഡ് ഡെഫിസിറ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, നാഫ്ത തുടങ്ങിയവയൊക്കെ തന്നെ വളരെയധികം റീജിയണലി ഇന്റഗ്രേഷൻ ഉള്ളതും അതിനൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റീജിയണൽ ഓർഗനൈസേഷൻ ആണ്. അത്രത്തോളം സക്സസ്ഫുൾ അല്ലെങ്കിൽ തന്നെ ഒരു മിഡിൽ രീതിയിൽ പോലും നിൽക്കാൻ ഈ പറയുന്ന സാർക്കിന് സാധിക്കുന്നില്ല. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ചലഞ്ചസ് ടു റീജിയണൽ കോപ്പറേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഇൻ സൗത്ത് ഏഷ്യ, ഇന്റർലിങ്കേജസ് ബിറ്റ്വീൻ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി, ബാരിയേഴ്സ് ടു ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് റീജിയണൽ വാല്യൂ ചെയിൻസ്, ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് എഡിറ്റോറിയൽ ഇൻഫ്ലേഷൻ ഫോൾസ് ബട്ട് നോട്ട് അൺഎംപ്ലോയ്മെന്റ്, അതായത് ഇന്ത്യൻ എക്കോണമിയുടെ കേസ് നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്തതിനേക്കാളും താഴെയാണ്, പക്ഷെ അതേസമയം തന്നെ അൺഎംപ്ലോയ്മെന്റ് ലെവല് വളരെയധികം കൂടിയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇൻഫ്ലേഷൻ 2.8% മെയില് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ അൺഎംപ്ലോയ്മെന്റ് ലെവല് 5.8% റൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് വളരെയധികം റിയൽ എക്കോണമിക് സ്ട്രെസ് ആണ് ഇന്ത്യയിൽ കാണിക്കുന്നത്. അതിനൊക്കെ GDP ഗ്രോത്ത് വളരെയധികം സ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. 9.2% നിന്ന് 6.5% അത് കുറഞ്ഞിട്ടുണ്ട്. മിക്ക സെക്ടേഴ്സും വളരെയധികം ഡിക്ലൈൻ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലൊരു എക്സെപ്ഷൻ ഉള്ളത് അഗ്രികൾച്ചർ സെക്ടർ മാത്രമാണ്. അതേനൊക്കെ തന്നെ ഫുഡ് ഇൻഫ്ലേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെയധികം ഫോൾ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു അഗ്രികൾച്ചർ സെക്ടർ എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഇൻഫ്ലേഷൻ ഇത്രത്തോളം ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാണ്ട് RBIയുടെ മോണിറ്ററി പോളിസിന്റെയും ഒക്കെ എഫക്റ്റ് അല്ല എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇന്ത്യയിൽ ഇത്രത്തോളം ഇൻഫ്ലേഷൻ കാരണങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിലുള്ള സപ്ലൈ ഡിമാൻഡ് ഗ്യാപ്പ് ആണ്. സോ അത് നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലാതെ RBIയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അപ്രോച്ച് അത്രത്തോളം സക്സസ്ഫുൾ ആയതുകൊണ്ടല്ല ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ഇത്രത്തോളം കുറഞ്ഞത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഏപ്രിലിൽ 3.16% ആയിരുന്നു. RBIയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ 4% ആണ്. അതിലും താഴേക്കാണ് നമുക്ക് ഈ പറയുന്ന ഇൻഫ്ലേഷൻ കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുള്ളത്. അതിനൊക്കെ ഫുഡ് ആൻഡ് ഫ്യൂവൽ ഇൻഫ്ലേഷനും വളരെയധികം കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി, റിപ്പോ റേറ്റ് തുടങ്ങിയവയൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. എല്ലാ 2 months കൂടുമ്പോൾ ഇവര് മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ വിളിക്കുന്നുണ്ട്. 4% ഇൻഫ്ലേഷൻ ആണ് ഇവര് എയിം ചെയ്യുന്നത്. ദെൻ റിപ്പോ റേറ്റ് മെക്കാനിസം, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI ലെൻഡ്സ് ടു ബാങ്ക്സ് ആണ്. അതിനൊക്കെ തന്നെ ലോവർ റിപ്പോ റേറ്റ് ആണ്, അതിനർത്ഥം ചീപ്പർ ലോൺസ് തുടങ്ങിയവയൊക്കെ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ അത് ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും RBI റേറ്റ് കട്ട് ചെയ്യുന്നത്. എന്നാൽ ഹയർ റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ലോൺസ് ഒക്കെ വളരെ കോസ്റ്റ്ലിയർ ആയിരിക്കും. അതാകുമ്പോൾ ഇൻഫ്ലേഷനെ കർബ് ചെയ്യാനായിട്ടായിരിക്കും ഈ പറയുന്ന ഹയർ റേറ്റ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്ന റിപ്പോർട്ടിലും സ്റ്റഡീസും പറയുന്നത് മെയിൻലി പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ആണ്. അതായത് അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ അനാലിസിസ് നടത്താനാണ് നമ്മൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ യൂസ് ചെയ്യുന്നത്. ദെൻ RBIയുടെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, പോളിസി റിപ്പോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3 ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ലിമിറ്റേഷൻസ് ഓഫ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആസ് എ ടൂൾ ഫോർ മാക്രോ എക്കണോമിക് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ, interrelationship between inflation, employment and economic growth in policy making, critical analysis of RBI role in inflation control versus structural drivers like agriculture supply, ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, പാകിസ്ഥാൻസ് റോൾ ഇൻ ദ US വെസ്റ്റ് ഏഷ്യ കാൽക്കുലസ്, അതായത് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റില് US-ന്റെ എൻട്രി നടന്നിട്ടുണ്ട്. സോ US-ന് വളരെയധികം പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ബാക്ക്ഡോർ ഡിപ്ലോമസി ചൂസ് ചെയ്തത്? അതിന്റെ കാരണങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്.
പാകിസ്ഥാൻ കൂടുതലും US വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ബോർഡർ ക്ലോഷേഴ്സ്, അതിനൊക്കെ ബാക്ക്ഡോർ ഡിപ്ലോമസി, ഡിഫൻസ് സ്പെൻഡിങ്ങിലുള്ള ഇൻക്രീസ്, ഇതൊക്കെ തന്നെ റീജിയണലി പാകിസ്ഥാനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. സോ പാകിസ്ഥാൻ ഈ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റിന് പിന്നിലുള്ള റീസൺ എന്താണ്? അതായത് IMFന്റെ ഫണ്ടിങ് റീസെന്റ് പാകിസ്ഥാന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മിലിറ്ററി ബഡ്ജറ്റ് അവർ വളരെയധികം ഹൈക്ക് ചെയ്തിട്ടുണ്ട്. US ഭാഗത്തു നിന്നുണ്ടാവുന്ന ഡിപ്ലോമാറ്റിക് ഹെൽപ്പുകളും ഒക്കെ തന്നെ പാകിസ്ഥാനെ US പക്ഷത്തേക്ക് വീണ്ടും അടുപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രത്തോളം എക്കോണമിക് ഡിസ്ട്രസ് അവരുടെ പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ പോലും ഒരു റീജിയണൽ പവർ പ്ലേ നടത്താൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ പാകിസ്ഥാന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പോളിസീസിൽ വളരെയധികം കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ജിഹാദിസ്റ്റ് ഗ്രൂപ്പിന് കൊടുക്കുന്ന സപ്പോർട്ട്, അവരുടെ മണ്ണിൽ തന്നെ അവർ ടെററിസം വളർത്തുന്നതിന് ഉള്ള കാരണങ്ങളും ഒക്കെ US ഭാഗത്തു നിന്നും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ സംശയിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത് വീണ്ടും റീജിയണൽ ഇൻസ്റ്റബിലിറ്റി കണ്ടീഷനിലേക്കൊക്കെ ആ ഒരു റീജിയൻസിനെ മൊത്തത്തിൽ എത്തിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ദെൻ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സെൻകോം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ, സൗത്ത് ഏഷ്യ തുടങ്ങിയവയുടെയൊക്കെ ഒരു US മിലിറ്ററി കമാൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഗൾഫ്, പാകിസ്ഥാൻ അവിടുത്തെ ഉള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഓവർസീ ചെയ്യുന്നത്. റീജിയണൽ സെക്യൂരിറ്റി വളരെയധികം പ്ലേ ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന സെൻകോം. ദെൻ IMFന്റെ ക്ലൈമറ്റ് റെസിലിയൻസ് പ്രോഗ്രാം, ക്ലൈമറ്റ് അഡാപ്റ്റേഷനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി IMF കൊണ്ടുവന്ന പ്രോഗ്രാം ആയിരുന്നു അത്. അതായത് വൾനറബിൾ കൺട്രീസിന് ടെക്നിക്കൽ ഹെൽപ്പും അതിനൊക്കെ തന്നെ ഫൈനാൻഷ്യൽ ഹെൽപ്പും ഒക്കെ IMFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ക്ലൈമറ്റ് റിസ്ക് കാര്യങ്ങൾക്കൊക്കെ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, എക്കോണമിക് സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് IMF ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ പാകിസ്ഥാന്റെ ഡിഫൻസ് ബഡ്ജറ്റ് ട്രെൻഡ്സ്, അതായത് 2025-24 ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 20% ആയിരുന്നു. സോ ഇത്രത്തോളം ഡിഫൻസ് റൈസ് ചെയ്യുമ്പോൾ അവരുടെ റവന്യൂവിലും അത് വളരെയധികം ചേഞ്ച് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള എക്സ്പെൻഡിച്ചർ വളരെയധികം ഫോൾ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിക്ക ഫണ്ടും സാലറീസ്, ഓപ്പറേഷൻസ്, പ്രൊക്യൂർമെന്റ് തുടങ്ങിയ കാര്യങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഡെറ്റ് ടു GDP സ്ട്രെസ്, അതായത് ഡെറ്റ് സർവീസിങ്, പാകിസ്ഥാന്റെ ഹാഫ് ഓഫ് ദ ബഡ്ജറ്റും ഡെറ്റ് സർവീസിങ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് പോകുന്നത്. വളരെയധികം ഹൈ ആയിട്ടുള്ള ഡെറ്റ് ടു GDP റേഷ്യോ ആണ് പാകിസ്ഥാൻ ഉള്ളത്. സോ സോഷ്യൽ സ്പെൻഡിങ് അല്ലെങ്കിൽ വെൽഫെയർ കണ്ടീഷൻസ്, വെൽഫെയർ സ്കീംസിനൊക്കെ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള മണി സ്പെൻഡിംഗ് എന്ന് പറയുന്നത് വളരെ അധികം ലോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഫോറിൻ റിസർവ്സുകൾ വളരെ അധികം ലോ ആണ്, വളരെയധികം അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ IMFന്റെ ലോൺസിനെ ആശ്രയിക്കേണ്ട അല്ലാണ്ട് അവർക്ക് വേറെ മാർഗങ്ങളൊന്നും തന്നെ നിലവിലില്ല. അത്രത്തോളം ട്രേഡ് ഷോക്കും കാര്യങ്ങളും ഒക്കെയാണ് പാകിസ്ഥാന്റെ എക്കോണമി ഇന്ന് ഫേസ് ചെയ്യുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. കാരണം പാകിസ്ഥാൻ സ്ട്രാറ്റജിക് റിലൈൻമെന്റ് വിത്ത് ദ US ആൻഡ് ഇംപ്ലിക്കേഷൻ ഫോർ റീജിയണൽ ബാലൻസ്, ഇമ്പാക്ട് ഓഫ് US military interventions on regional geopolitics, especially in West Asia and South Asia, then sectarian conflict, terrorism, and Pakistan's domestic stability തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Then last one, East shows physics can give rise to multicellular life sessions mutations. അതായത് ലാബ് NCBSന്റെ ലാബിലെ സ്നോക്ക് ഫ്ലേക്ക് ഈസ്റ്റിനെ ഗ്രോ ചെയ്തപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറം ഒരു സൈസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഇത് അഡ്വേഷൻ ഡ്രിവൺ ന്യൂട്രിയൻ ഫ്ലോയിനെയാണ് കാണിക്കുന്നത്. അതിനൊക്കെ തന്നെ കൺവെൻഷൻ ആയിട്ടുള്ള ജനറ്റിക് സെൻട്രിക് വ്യൂ ഓഫ് എവല്യൂഷനെ ഇത് ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മൾട്ടി സെല്ലുലാരിറ്റി സ്കോപ്പുകളും മറ്റുമാണ് ഈ ഒരു സ്റ്റഡീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മളുടെ എവല്യൂഷണറി ട്രാൻസിഷൻസും കാര്യങ്ങളിലും ഒക്കെ ഒരു റീഷേപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റഡി ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സ്നോഫ്ലേക്ക് ഈസ്റ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ദേ ആർ ഈസ്റ്റ് സെൽസ് സ്റ്റിക്ക് ആഫ്റ്റർ ഡിവിഷൻ. അതേണക്ക് തന്നെ ACE2 ജീനിലാണ് നമുക്ക് മ്യൂട്ടേഷനും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നത്. ദെൻ സീലിയ എന്ന് പറഞ്ഞ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒന്നാണ്. അതേണക്ക് തന്നെ പ്രോട്ടേസ്റ്റ്, ഹ്യൂമൻ എയർവേസിൽ തുടങ്ങിയവയൊക്കെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ദെൻ ഫ്ലാഗല്ല എന്ന് പറഞ്ഞ വിപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ള ലോങ് ആയിട്ടുള്ള ഒന്നാണ്. സോ ബാക്ടീരിയ, സ്പേംസ് തുടങ്ങിയവയിലൊക്കെയാണ് ഈ പറഞ്ഞ ഫ്ലാഗല്ലയുടെ സാന്നിധ്യം കാണുന്നത്. ദെൻ എങ്ങനെയാണ് ഓർഗാനിസത്തിലെ ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്? സ്മോൾ ഓർഗാനിസം ആണെങ്കിൽ ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്.
ദെൻ ലാർജ് ഓർഗാനിസം ആണ്, അത് അഡ്വെക്ഷനോ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റംസോ ത്രൂ ഒക്കെ ആയിരിക്കും ഈ പറഞ്ഞ ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3ലും GS1ലും ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. കാരണം alternative models of evolution based on physical and chemical principles, research on model organism to understand evolutionary transitions, scientific perspectives of origin and evolution of life. ഇത്രയും ടോപ്പിക്കലി ഈ ഒരു ന്യൂസും സ്റ്റഡിയും ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസും അതേ കണക്കിന് എഡിറ്റോറിയൽസും ഒക്കെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നാളെ മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.